ചോദിക്കാറുണ്ടോ? എത്ര പേര് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്? കൈ എന്ത് ചോദ്യം ചോദിക്കും? പകുതി പേര്, കുറച്ച് പേര്, ഇത്ര 10, 40, 35, 40 പേരുണ്ട് തോന്നുന്നു. അതിലെ പകുതി പേര് ചെറിയ കുട്ടികൾ ചോദ്യം ചോദിക്കാറില്ല. വെട്ടക്ക് പിടിച്ച ചോദ്യങ്ങൾ ചോദിക്കും അല്ലേ? അല്ലേ? ആ ഫോട്ടോയിൽ എന്ത് ഞാനില്ലാത്ത പറയും, അല്ല ഉമ്മച്ചി പറയും നീ എന്റെ വയറ്റിന്റെ ഉള്ളിലായിരുന്നു, നിങ്ങൾ എന്തിനു വിളിക്കാന്? ഇതിനൊരു ഫുൾ അനാട്ടമി പറഞ്ഞു കൊടുക്കേണ്ട കുട്ടിക്ക്. ശരിയാണോ തെറ്റാണോ അല്ലേ? പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മൾ പറയും നീ മിണ്ടാണ്ടിരിക്കും, നീ അനാവശ്യ ചോദ്യങ്ങളൊന്നും ചോദിക്കണ്ട, ബുക്കിലുള്ള കാര്യങ്ങൾ മാത്രം ചോദിച്ചാൽ മതി, അതല്ലെങ്കിൽ ഇത് തല്ലിക്കെടുത്തും അല്ലെ. കുറെ കഴിയുമ്പോ അവരാ ചോദ്യം ചോദിക്കുന്ന രീതി നിർത്തും. അതോടുകൂടി എന്ത് സംഭവിക്കും? ഗ്രോത്ത് എന്ന് പറയുന്നത് ചോദ്യങ്ങൾ ചോദിക്കണം. ആരും പെർഫെക്റ്റ് അല്ല, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയില്ല. അപ്പോൾ നമുക്ക് അറിയില്ല എങ്കിൽ കൂടി, ഞാൻ കുറച്ച് 3-4 ദിവസം മുന്നേ ഷാബിനായിട്ട് സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഐഫോൺ ഉണ്ട്, പിടിച്ചു നടക്കാൻ നല്ല രസമല്ലേ, കാണുമ്പോൾ ആൾക്കാർ ഒരു ഐഫോൺ 15 Pro അല്ലേ. ഈ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പട്ടിക്ക് പൊളിക്കാത്ത തേങ്ങ കിട്ടിയ അവസ്ഥയാണ്. കേട്ടിട്ടുണ്ടോ? അല്ല കേട്ടിട്ടുണ്ട്. തേങ്ങ കിട്ടിയ അവസ്ഥ അല്ലേ നമ്മുടെ അവിടെ. അതല്ലേ അത് ഉദ്ദേശം തന്നെയാണ്. ആ ഒരു അവസ്ഥയാണ് ആ ഫോൺ എൻ്റെ കയ്യിൽ ഇരുന്നിട്ട്. കാരണം ട്രെയിനിങ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനിയനോട് പറഞ്ഞിട്ടാണ് ഞാനിത് കൊണ്ടുവന്നത്. പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് എനിക്കറിയില്ല. ഒരു സാധാ മൊബൈലിൽ കോൾ എടുക്കുന്ന പോലെ കോൾ എടുക്കും, കോൾ വിളിക്കും. പക്ഷെ ഇതൊന്നും അറിയാത്ത എൻ്റെ മകൾക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ അവള് റീൽസ് ഇടും, സ്നാപ്ചാറ്റോ ചെയ്യും, അതേപോലെ ഉള്ള ഫോട്ടോസ് കൊണ്ട് ഇത് ഉണ്ടാക്കും. അപ്പൊ ജനറേഷൻ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ DXL ബിസിനസ് തുടങ്ങിയിരുന്ന കാലഘട്ടവും ഈ കാലഘട്ടവും മാറി. ശരിയാണോ? അപ്പൊ അറിവ് ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല, തിരിച്ചറിവ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ശരിയാണോ തെറ്റാണോ? പുസ്തകങ്ങൾ നമുക്ക് എന്ത് പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? അറിവാണ്. അതിനെ എങ്ങനെ വ്യക്തമായി പറയേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടും. ഇടയ്ക്ക് അങ്ങനത്തെ മ്യൂസിക് നല്ലതാണ്. പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ഇൻഫോർമേഷൻ. തീർച്ചയായിട്ടും കോഫി ആയിട്ടിരിക്കുന്നത് ബിഗ് ക്ലാപ്പ്. പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ഇൻഫോർമേഷൻസ് ആണ് കിട്ടും. ഈ ഇൻഫോർമേഷന്റെ നോളജ് എന്ന് പറയാൻ പറ്റില്ല. അപ്ലിക്കേഷൻ ഓഫ് ദോസ് ഇൻഫോർമേഷൻസ് ആർ കോൾഡ് നോളജ്. ശരിയാണോ തെറ്റാണോ? സൂര്യൻ കിഴക്കുദിക്കും പടിഞ്ഞാറ് അസ്തമിക്കും എന്നല്ലേ പറയാറ് അല്ലേ? അതിന്റെ അർത്ഥം സൂര്യൻ കിഴക്കുന്ന് ഉദിച്ചു വരാറുണ്ടോ? ഇല്ല. സൂര്യൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ആണ് അല്ലെ. അതിന് ചുറ്റും ഗ്രഹങ്ങൾ വലയം ചെയ്യുക. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത്, മൂപ്പര് രാവിലെ 5:30-6 മണിയാകുമ്പോഴേക്കും വാഗച്ചാത്തൊക്കെ തൊഴുത് കുളിച്ച് റെഡിയായി മൂപ്പര് ഇങ്ങനെ പൊങ്ങി വരും, എന്നിട്ട് ഉച്ചയാകുമ്പോഴേക്കും മുകളിലെത്തും. ഇതാണ് ഞാൻ മനസ്സിലാക്കിയത് എങ്കിൽ ആ അറിവ് തെറ്റാണ്. അപ്പൊ ഇൻഫോർമേഷനെ ശരിയായ രീതിയിൽ മനസ്സിലാക്കി അതിനെ അപ്ലൈ ചെയ്യുമ്പോഴാണ് നോളജ് എന്ന് പറയുന്നത് അല്ലെ. ശരിയാണ് തെറ്റാണ്? അപ്പോൾ ജീവിതത്തിൽ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നിസ്സാരമായി ചെയ്യേണ്ട 2 കാര്യങ്ങളുള്ളൂ. ഒന്ന്, നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കണം. ഓക്കെ, ഇപ്പോ ഞാൻ DXലുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയുന്ന വ്യക്തികളാണ് സിറാജ് സർ, അതേപോലെ രാജീവ് ഭായ്. ഇവരുടെ സക്സസ് സ്റ്റോറീസും ഇവരുടെ DXL യാത്രയിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കഥകളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് വരുന്നത് അല്ലേ. അപ്പോ ഒന്ന് എന്ത് ചെയ്യണം? ചോദ്യങ്ങൾ ചോദിക്കണം. 2, എന്താ രണ്ടാമത്തെ കാര്യം? എന്താണ്? നമ്മൾ ജീവിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രായം പറയണ്ട. എനിക്ക് ക്ലാസ് എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഇഷ്ടം. നിങ്ങളുടെയൊക്കെ പ്രായം എത്രയായി?
ഇത്രയും പ്രായം 365 ദിവസം നിങ്ങൾ ജീവിക്കുകയായിരുന്നു അതോ വേറെ വല്ല ലോകത്തായിരുന്നു? ജീവിക്കുകയായിരുന്നില്ലേ? ജീവിക്കുകയായിരുന്നില്ലേ അല്ലേ? അപ്പൊ എന്താണ് ജീവിതത്തിൽ രക്ഷപ്പെടാൻ രണ്ടാമത്തെ കാര്യം എന്താണ്? നിരീക്ഷിക്കണം, ഒബ്സർവേഷൻ വേണം. ശരിയാണോ തെറ്റാണോ? ഓക്കെ, കുട്ടികളിലേക്ക് വരാൻ. ചെറിയ കുട്ടികളല്ലേ നമ്മുടെ ചെറിയ വീട്ടിലെ ചെറിയ കുട്ടികളുണ്ടാവും. അവരെന്തെങ്കിലും പെരുമാറി അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംസാരിക്കുമ്പോൾ പറഞ്ഞേ അവന്റെ സ്വഭാവം നോട്ടോ അവന്റെ വാപ്പച്ചീനെ പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അവന്റെ അച്ഛനെ പോലെയാണ് എന്ന് പറയാറുണ്ടോ ഇല്ലേ? അവന്റെ സംസാര ശൈലി അവന്റെ അമ്മയെ പോലെയാണ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ? അതെന്തുകൊണ്ടാണ് പറയാറ്? ചെറിയ കുട്ടിയല്ലേ, 1 വയസ്സ് 2 വയസ്സ് 3. അപ്പൊ എന്താണ്? ഒബ്സർവേഷൻ ആണ് അല്ലെ? അപ്പൊ ആ കുട്ടി അത്രയും ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ജീവിതത്തിൽ വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഒബ്സർവേഷൻ വേണം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടാണ് സക്സസ് ആയത് എന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്. അല്ലാണ്ട് അവൻ എന്ത് ചെയ്തു, അവൻ ശരിയല്ല, ആള് വടക്കാണ്, കുരുപ്പാണ്, അതാണ് ഇതാണ്, ഇവൻ എങ്ങനെയാണ് ഈ വണ്ടി കിട്ടിയത്, തട്ടിപ്പാണ്, ഉടായിപ്പാണ്, ഇതൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് വേറൊരാൾ അതിനോട് അത് ഏറ്റുപിടിക്കുമ്പോൾ വിക്സ് മിഠായി കഴിച്ച് വെള്ളം കുടിച്ചൊരു ഫീലിംഗ്, സന്തോഷം. ശരിയാണോ തെറ്റാണോ? അല്ല അതല്ലേ ഒരു സന്തോഷമല്ലൊക്കെ പറയുമ്പോൾ. കാരണം ഇതൊക്കെയാണ് നമ്മൾ ചെയ്യണത്. അപ്പൊ ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ സക്സസ് ആവാത്തതെന്നുള്ളത്? ഇല്ല, മനസ്സിലായിട്ടില്ല. ചോദ്യത്തിലേക്ക് ഇനിയും വരാം. ഞാനൊരു ഒറ്റ കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ എന്തിനാ DXL ജോയിൻ ചെയ്യും? വെരി ഗുഡ്, വിജയിക്കണം. എന്തിൽ വിജയിക്കാൻ? എന്താണ് വിജയിക്കാൻ? എന്തിൽ വിജയിക്കാൻ? കോഡിങ്ങില്. മനുഷ്യരുടെ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ജന്മത്തിൽ ഞാൻ ഇവിടെ വരും. ഓക്കെ, എന്തിൽ വിജയിക്കാനാ? എങ്ങനെ? ആരോഗ്യപരമായി ഒരു വിജയം ഉണ്ടാവണം. അപ്പൊ ഹെൽത്ത് വൈസ് വേണം, പിന്നെ ഹെൽത്ത് വെൽത്ത് വേണം, പിന്നെ മതി. ആണോ? അല്ല, മെഡിക്കലിനോട് ഞാൻ ചോദ്യം ചോദിക്കുമ്പോ അത് ആ കുട്ടീനെ ഫ്രസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ആണ് എന്നുള്ളൊരു തോന്നൽ വേണ്ട. നിങ്ങൾക്ക് ഒരു വിചിന്തനം ചെയ്യാൻ കൂടി ഒരു അവസരമാണ്. ഓക്കെ, റൈറ്റ്. ഓക്കെ, അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം, ഹെൽത്ത് എന്നാ വേണ്ടേ? എന്നാ വേണ്ടേ? എപ്പോഴാ വേണ്ടേ? 3 ദിവസം കഴിഞ്ഞിട്ട് കൊടുത്താലും മതി. DXL വന്നപ്പോ തന്നെ ഹെൽത്ത് കിട്ടി, ഒരു വിധേ കിട്ടിയുള്ളൂ. അപ്പൊ ഇനി അടുത്ത വിധ എപ്പോ കിട്ടും? വേറൊന്ന് മാറ്റി പിടിക്കും. ഓക്കെ, ഇനി പോട്ടെ, ഹെൽത്ത് പോട്ടെ, വെൽത്തോ? കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? കുഴപ്പമില്ല, തെറ്റില്ലാണ്ട് പോണു. ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് കണ്ട് അപ്പഴും തെറ്റില്ലാണ്ട് പോണു അല്ലേ? ഇവിടെ നേരത്തെ മാഡം പറഞ്ഞൊരു കാര്യം, ഗോൾ എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ? അപ്പൊ എഴുതി വെച്ചിട്ടുണ്ട്. DXL കാര്യങ്ങളും ഒക്കെ വിടും. നമുക്ക് എളുപ്പമാണ് മറ്റുള്ളവരെ കുറ്റം പറയാനോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തെ കുറ്റം പറയാനോ, അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഫെയിലിയർ ആയത്. ഇന്നിവിടെ പ്രോഗ്രാം നടക്കണേ എനിക്ക് വരാൻ പറ്റാത്തത് മഴ കൊണ്ടാണ്. അപ്പൊ മഴയ്ക്കാണ് കുറ്റം. നിങ്ങൾ നേരത്തെ ഇറങ്ങിയാൽ മതി, അല്ലെങ്കിൽ ഇറങ്ങണതിന്റെ മുന്നേ മഴ പ്രതീക്ഷിച്ച് ഓൾറെഡി റെഡ് അലേർട്ട് കൊടുത്തതാണല്ലോ അല്ലെ? അല്ല, പണ്ട് റെഡ് അലേർട്ട് കൊടുത്ത സമയത്ത് മഴ പെയ്തിട്ടില്ല. അപ്പൊ ഞാൻ കരുതി ഇന്നും മഴ പെയ്യുന്നു, പക്ഷെ ഇന്ന് മഴ പെയ്തു. ശരിയാണോ തെറ്റാണോ? അല്ലെ? പണ്ട് മലപ്പുറം ജില്ലയിലെ കളക്ടർ അവധി പ്രഖ്യാപിച്ച അന്ന് മഴ പെയ്യില്ല. അയാൾ പ്രഖ്യാപിക്കാത്ത ദിവസങ്ങളിൽ മഴ പെയ്യും. അപ്പൊ കുറ്റം ആർക്കാണ്? കളക്ടർക്കാണ്, നമുക്കല്ല. ശരിയാണോ തെറ്റാണോ? ശരിയുണ്ട്, തെറ്റുണ്ടാവും. അത് ടിപ്പിക്കൽ മലയാളിയുടെ സ്വഭാവമാണ്. ടിപ്പിക്കൽ മലയാളിയുടെ സ്വഭാവം. ഈ മലയാളി ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് അതെ ചോദ്യം ചോദിക്കും, അതാണ് സംഭവം.
അല്ല ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് നിങ്ങളുടെ മൈൻഡ് ഒന്ന് ഓപ്പൺ ചെയ്യുക എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അല്ലാണ്ട് ഞാൻ ഇവിടെ വന്നിട്ട് PV ബിസിനസ് ബോണസ് നിങ്ങൾ ക്വാളിഫിക്കേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ കമ്പനിയുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് അതല്ല, നമ്മുടെ ജീവിതവുമായിട്ട് നമുക്ക് ഇതിനെ എന്ത് കാര്യമായിക്കോട്ടെ നിങ്ങൾ അത് പ്രഷറോട് കൂടി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വിജയിക്കാൻ പോകുന്നില്ല. ഒരു പ്ലഷറായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. പ്രശ്നങ്ങൾ വേണം, ഇഷ്യൂസ് വേണം, അല്ലെ? ആ പ്രശ്നങ്ങളും ഇഷ്യൂസും നമ്മൾ ഫേസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പ്രശ്നങ്ങളെയും ഇഷ്യൂസിനെയും നമുക്ക് ഇന്നത്തെ പ്രാവശ്യം മറികടക്കാൻ സാധിക്കുകയുള്ളൂ. ശരിയാണോ തെറ്റാണോ? അല്ലെ? നമ്മൾ ഈ മോട്ടിവേഷണൽ കഥകളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? മറ്റൊരു പൂമ്പാറ്റ അതിന്റെ പൂപ്പേന്ന് പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരു അധ്യാപകൻ കുട്ടികൾക്ക് അത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പൊ പറയും നിങ്ങളത് പൊട്ടിച്ചു കൊടുക്കരുത്, അപ്പോൾ ചിത്രശലഭം അതിന്റെ ഉള്ളിൽ നിന്ന് താനെ വരും. എന്നിട്ട് ഇത് പറഞ്ഞിട്ട് ഈ അധ്യാപകൻ, ആ കഥ കേട്ടിട്ടില്ലേ? എന്നിട്ട് ഈ അധ്യാപകൻ പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ഇത് കണ്ടിട്ട് വിഷമം തോന്നിട്ട് കുട്ടികൾ എന്ത് ചെയ്യും? അത് പൊട്ടിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന്റെ ചരടുകൾക്ക് ശക്തി ഇല്ലാണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ അവസ്ഥ. ഓക്കെ, അപ്പൊ ഞാൻ ഇവിടെ നിന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ബിഹേവിയർ എന്ന് പറയുന്നത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഈ സ്വഭാവം എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഒരു ചിന്ത കടത്തി വിടാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ 2 ചോദ്യങ്ങൾ ചോദിച്ചത്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്ത് വേണം? ചോദ്യങ്ങൾ ചോദിക്കണം, ഒബ്സർവേഷൻ വേണം. അതിന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ച എക്സാമ്പിൾ എന്ന് പറയുന്നത് ചെറിയ കുട്ടികളാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ആ ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് കൺഫേംഡ് ആയിരുന്നു. കുട്ടികൾ നിരീക്ഷിക്കുകയല്ലേ. പക്ഷെ ഇവിടെ ഒരു DHM ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വോയിസ്. മനസ്സിലായോ? ആക്ഷൻ സ്പീക്സ്, പ്രവൃത്തി വാക്കുകളേക്കാൾ കൂടുതൽ ശക്തിയുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറ് കുട്ടികളുടെ മുന്നിൽ വെച്ച് ഒന്നും ചെയ്യരുത്, ഒന്നും പറയരുത്. കാരണം അവരത് കാണും, അവരത് ഇമിറ്റേറ്റ് ചെയ്യും. അച്ഛൻ ഒരു സിഗരറ്റ് വലിക്കുന്നത് മകൻ കാണുന്നു, മകള് കാണുന്നു. അച്ഛൻ ആ സിഗരറ്റ് കുറ്റി ആസ്ട്രയിലിട്ട് പോകുന്ന സമയത്ത് മകൾ അത് എടുത്തൊന്ന് വലിച്ചു നോക്കും. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം, അവളെ സംബന്ധിച്ചിടത്തോളം അവന്റെയോ അവളുടെയോ റോൾ മോഡൽ എന്ന് പറയുന്നത് അവന്റെ അച്ഛനാണ് അല്ലെങ്കിൽ അമ്മയാണ്, അല്ലെ? ഇത് തന്നെയാണ് ബിസിനസ്. ഇവിടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ സക്സസ് ഷുഡ് ടോക്ക് ലൗഡർ ദാൻ യു എന്ന് നമ്മൾ പറയാറില്ല. ശരിയാണോ തെറ്റാണോ? അങ്ങനെ സക്സസ് കണ്ടിട്ട് അവരിൽ പ്രചോദനം കൊണ്ട ഒരു വ്യക്തിയാണ്. ആ വ്യക്തികളാണ് സിറാജ് ഭായ്, രാജീവ് ഭായ്. ആ കഥകൾ 1-2 തവണ ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ശ്രീലങ്കയിൽ നിന്ന് 10,000, 40,000, 50,000 രൂപ ബോണസ് കിട്ടണം. അത് എങ്ങനെ കിട്ടണോ, എന്ത് കിട്ടണോ, നമുക്ക് ശ്രീലങ്കയിൽ പോയിട്ടില്ല. ഇപ്പൊ പോയിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് കിട്ടുന്നില്ല. എന്നിട്ട് ആ വ്യക്തിയെ കാണാൻ വരുന്നത് 2010 ഞാൻ കണ്ടതാണ്. അപ്പൊ ആക്ഷൻ സ്പീക്സ് ലൗഡർ ദാൻ വേർഡ്സ്. ശരിയാണോ തെറ്റാണോ? പിന്നെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മളത് ചെയ്യില്ല. അപ്പൊ ചെയ്യണം എന്ന് പറയരുത്. മനസ്സിലായോ? എന്തിന് ചെയ്യണം എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അല്ലെ? കുട്ടികളോട് നമ്മൾ എന്താ പറയുക? പഠിക്കെന്ന് പറയും. അവര് പഠിക്കൂ. ഇതന്നെ നമ്മളും ചെയ്ത്. ഇത് നമ്മൾ കൊച്ചിയിലെ കളക്ടർ ആവേണ്ടതല്ലേ? നമ്മളോട് നമ്മുടെ അച്ഛനമ്മമാര് തന്നെയല്ലേ പറഞ്ഞു, മോനെ ഇത് പഠിക്കടാ. ശരിയാണോ തെറ്റാണോ? നമ്മള് പഠിച്ചില്ല, നമ്മുടെ മക്കള് ചെയ്യും. അപ്പൊ നമ്മുടെ മക്കളോട് നമ്മള് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുള്ളൂ? എന്തിന് പഠിക്കണം? അവിടെയാണ് വാചകങ്ങളുടെ പ്രത്യേകത. പഠിക്കൂ എന്ന് പറയുന്നതിന് പകരം എന്തിന് പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും അത് മനസ്സിലാകും. അപ്പൊ പഠിക്കണം എന്ന് പറയുന്നതും എന്തിന് പഠിക്കണം എന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. ശരിയാണോ തെറ്റാണോ? 1000 PV ചെയ്യണമെന്ന് പറയുന്നതും എന്തിന് 1000 PV ചെയ്യണമെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്, അല്ലെ? 3000 PV ചെയ്യണമെന്ന് പറയുന്നതും എന്തിന് 3000 PV ചെയ്യണമെന്ന് പറയുന്നതും വ്യത്യാസമുണ്ട്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ പറയുന്നതാണ് വ്യക്തമാക്കേണ്ടത്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോണസ് ഇവിടെ വന്നിട്ട് പറയരുത്.
അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് കാര്യം ഒരു ലീഡർ എന്നുള്ളതാണ്. കാരണം ഇവിടെ മെജോറിറ്റി ഡിസ്ട്രിബ്യൂട്ടേഴ്സും ലീഡേഴ്സാണ്, കുറച്ച് 2-3 പേരുള്ളൂ പുതിയ വ്യക്തി. ഓക്കെ, അപ്പൊ ഇവിടെ ഞാനൊരു ലീഡർ എന്ന് വ്യക്തി വന്നിട്ട് പറയണം, ഓക്കെ എൻ്റെ ടീമിലുള്ള ആളാണ് ഈ സാറിന്റെ ബോണസ് നൽകും, സാർ സ്റ്റാർ ഏജന്റ് ആണ്, സാറിന് 10,000, 20,000 രൂപയുടെ അടുത്ത് ബിസിനസ് കിട്ടുന്നുണ്ട്, അത് റീറ്റെയിലിങ്ങും ഒക്കെ whatever it may be കിട്ടുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇൻഡയറക്റ്റ് എഡിഫിക്കേഷൻ ആണ് വേണ്ടത്. ദാറ്റ് മീൻസ് യു ആർ എ കിങ് മേക്കർ എന്നുള്ളൊരു തോട്ട് പ്രോസസ്. മനസ്സിലായോ? ചാണക്യൻ എന്തായാലും ഫേമസ് ആയത്, ഹി വാസ് എ കിങ് മേക്കർ. ചന്ദ്രഗുപ്ത മൗര്യ ചാണക്യന് എന്താണോ വേണ്ടത് അത് മുഴുവൻ അദ്ദേഹം സാധിച്ചെടുത്തത് ചന്ദ്രഗുപ്ത മൗര്യനിലൂടെയാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങളുടെ ടീമിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കേണ്ടത് നിങ്ങളിലൂടെയല്ല, നിങ്ങളുടെ ടീം മെമ്പറിലൂടെയാണ്. അതുകൊണ്ടാണ് ടീം എന്ന് പറയുന്നത്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ടീം എന്താണ്? ഇവിടെ ശരി, ടീം എന്താണ്? What is team? പറയൂ മാഡം. ഒരു വോളണ്ടറി ബെയിൽ എടുത്ത് ബിനീഷ് ഏട്ടൻ ഇല്ല ഇവിടെ, അല്ലെങ്കിൽ ബിനീഷ് ഏട്ടനോട് പറയരുത് ഒരു വോളണ്ടറി ബെയിൽ കൊടുക്കാൻ. പറയൂ. ഓക്കെ, കൂട്ടായ പ്രവർത്തനം അല്ലേ? പക്ഷെ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിൽ കേട്ടിട്ടുണ്ടാവും അല്ലെ, ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ബിഹേവിയർ ആണ്. ടീം എന്ന് പറയുമ്പോൾ ടുഗദർ ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ ബിസിനസ്സിൽ ഫെയിലിയർ ആവുന്നത്. തമാശയല്ല. ടുഗദർ വി വിൻ. ടീമിന്റെ അർത്ഥം അതാണോ? ടുഗദർ വി വിൻ എന്നാണോ? അതൊക്കെ ആയിരിക്കും ഉണ്ടാവും. ടീമിൽ ഒരു ലീഡർ ഉണ്ടാവണം, പക്ഷെ ഞാൻ ലീഡർ ആവില്ല. ആളുകൾ ഓക്കെ, അങ്ങനെയാണോ കാര്യങ്ങൾ? ആരാക്കിയെടുക്കും? ലീഡറാക്കിയിരുന്നു. ഞാനാക്കിയിരിക്കില്ല. എന്നെ കൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് പറ്റൂല, എന്നെ കൊണ്ട് പറ്റൂല. ഇല്ല, ലീഡർ ആയിക്കോ, ലീഡർ ചെയ്തോ. ശരിയാണോ തെറ്റാണോ? ഞാൻ ലീഡർ ആവില്ല. എല്ലാവരും കൂടി ലീഡർ എല്ലാവർക്കും ആവാൻ പറ്റും? പറ്റൂ. ആരെ പറ്റില്ല? നിങ്ങൾ എന്താണ് എന്നുള്ളത് ശ്രദ്ധിച്ചു കേൾക്കണം. നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ ചിന്തകളെ അടിസ്ഥാനപ്പെടുത്തിയാണ്, അല്ലാണ്ട് നിങ്ങൾ ആരാണ് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയല്ല നിങ്ങളുടെ ചിന്തകൾ. മനസ്സിലായോ? അപ്പൊ ചിന്തകൾക്കാണ് ഇമ്പോർട്ടൻസ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട്, നല്ല ചിന്തകൾ മനസ്സിലേക്ക് വരണം. പോസിറ്റീവ് തോട്ട്സ് ഗീവ്സ് യു പോസിറ്റീവ് റിസൾട്ട്സ്. ശരിയാണോ തെറ്റാണോ? രണ്ടാമത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേ? അത് ഉച്ചത്തെ ലഞ്ചിന് വേണ്ടി കാത്തിരിക്കണം. കുറച്ച് വീക്കായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ബിരിയാണി. അതുകൊണ്ടാണോ? പോസിറ്റീവ് തോട്ട്സ് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടുമോ? കിട്ടില്ല. സിരാജ് സാർ പറഞ്ഞത് എസ് എന്ന് പറഞ്ഞാൽ, പക്ഷെ ഞാനത് വേറെ ഡിഫൈനിൽ പറഞ്ഞു കിട്ടും. അത് അടുത്ത് വേറൊരു ക്ലാസ്സിൽ ഞാൻ എന്റെ കയ്യിൽ ഒരു ക്രിസ്റ്റൽ സ്റ്റോൺ ഉണ്ട്, അത് ചെക്ക് ചെയ്യും. പക്ഷെ അതിന്റെ കയ്യിലില്ല. അതുണ്ടായിരുന്നെങ്കിൽ ഞാൻ കാണിച്ചത്. പക്ഷെ എങ്ങനെ കിട്ടും എന്നുള്ളത് ഞാൻ പറഞ്ഞു. പോസിറ്റീവ് തോട്ട്സ് വിൽ ഇൻക്രീസസ് ദ പ്രോബബിലിറ്റി ഓഫ് യു ബീയിങ് സക്സസ്ഫുൾ. മനസ്സിലായോ? അപ്പൊ പോസിറ്റീവ് ചിന്തകൾ വേണം. ചിന്തകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന ആളുകൾ പോസിറ്റീവ് ആകും, നമ്മുടെ സറൗണ്ടിങ്സും പോസിറ്റീവ് ആകും. ശരിയാണോ തെറ്റാണോ? നമ്മുടെ ചിന്തകളാണ് എന്നല്ലേ പറഞ്ഞത്? ശരിയല്ലേ? അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് ഓക്കെ, ബിഹേവിയറിൽ വരെ. അപ്പൊ ടീം എന്താണ്? സർ പറഞ്ഞു. ദലീൽ പറ. വിടുകപ്പാ. സർ കം പ്ലീസ്. നമ്മുടെ ട്രെയിനിങ് സെഷൻസ് നിങ്ങൾ സീരിയസ് ആയിട്ട് ഇരിക്കുക. എന്നെ കാണുമ്പോ പേടിയാവുണ്ടോ? ഇല്ലല്ലോ. ഈ അപ്രിയങ്ങളായ ചില തമാശകൾ പറയുക, അത് വേറെ ഒന്നിനുമല്ല, കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് പോവാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ പർപ്പസ് അതാണല്ലോ. അതെ, കണ്ടന്റ് ഉള്ളിലേക്ക് പോവുക എന്നതാണ്. ഓക്കെ, ഡെനിൽ എവിടുത്തെ ആ ചുമരിലൊന്ന് തൊട്ടേ.
ഇരിക്കാൻ പറ്റില്ല. ആ കസേര ബാക്കിലേക്ക് വരും. അവിടെ അങ്ങനെ തൊടാൻ ഇത്രേ തൊടാൻ പറ്റും, ഇത്രേ തൊടാൻ പറ്റുള്ളൂ, തൊടാനേ പറ്റുള്ളൂ, കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞു. ഓ ഇതാണോ മാക്സിമം? ഈ ഹൈറ്റാണോ മാക്സിമം? നമ്മുടെ ലെവൽ ഓഫ് തോട്ട് പ്രോസസ് ആണ്. ടിപ്പിക്കൽ എക്സാമ്പിൾ വാട്ട് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്താണ് നമ്മളെ ചെയ്യുന്നത് എന്നതിനുള്ള ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ്. ഞാൻ തൊടാൻ പറഞ്ഞത്, ഡെനിലിനോട് തൊടാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ്? ടീമിന്റെ ഇത് പറഞ്ഞു അല്ലെ, ടുഗദർ എവരിബഡി അച്ചീവ് മോർ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തൊടാൻ പറഞ്ഞു. എന്റെ ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ഇവിടെ വരെയാണോ തൊടാൻ പറ്റും? ഇവിടെ വരെ തൊടാം അല്ലെ. ഓക്കെ, ഇതാണോ എന്റെ മാക്സിമം? അല്ല, കൈകാലം കുറച്ചുകൂടി ഏന്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചുകൂടി തൊടാം. ഇനി ഇതാണോ മാക്സിമം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും കൂടെ ചാടിയിട്ട് തൊടാം. ഇനി അതാണോ മാക്സിമം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഏതെങ്കിലും ഒരു കസാല വലിച്ചെടുത്തിട്ട് അത് മാക്സിമം ചെയ്യാൻ പറ്റും. പറ്റൂല്ലേ? എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ അത് ചെയ്യാറുണ്ടോ? അപ്പോ സുഖാണ്. നമുക്ക് ലീഡറായിട്ട് ഇവിടെ ഒരു സിറാജ് സാറ് മതി, രാജീവ് സാറ് മതി, ബിനീഷ് സാറ് മതി. നമ്മള് സക്സസ് ആയത് അവരുടെ കുറ്റം. പ്രശ്നം തീർന്നല്ലോ. കാരണം അവർക്ക് ലീഡർ ആവാൻ പറ്റും, നമുക്ക് ലീഡർ ആവാൻ പറ്റില്ല. നമുക്ക് ഇവിടെ വരെ തൊടാൻ പറ്റും. ഇനി തൊടാം. അപ്പൊ അതാ പറഞ്ഞ ചിന്തകളാണ്. ഇവിടെ നമ്മുടെ സ്റ്റേറ്റ്മെന്റ് ടുഗദർ എവരിബഡി അച്ചീവ് മാക്സിമം എന്നാക്കിക്കൂടെ? മോർ അല്ലല്ലോ, മാക്സിമം ആയിക്കൂടെ? ശരിയാണോ തെറ്റാണോ? കാരണം നമ്മള് DXനിലേക്ക് വരുമ്പോ നമ്മൾ പറയാറുണ്ട്, നിങ്ങൾക്ക് മാസം ശമ്പളം കിട്ടുന്ന പോലെ ബോണസ് കിട്ടിയാൽ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1000 PV ചെയ്താൽ മതി. ഇനി അതല്ല, അതിൽ കൂടുതൽ നിങ്ങൾക്ക് ശമ്പളത്തിന്റെ കൂടെ നിങ്ങൾക്ക് ബോണസും ഇൻസെന്റീവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 3000-4000 PV നിങ്ങൾ ചെയ്തോ, നിർബന്ധമില്ല. നിങ്ങളുടെ ജീവിതമാണ്, നിങ്ങളുടെ ബിസിനസ് ആണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ നിന്ന് എന്ത് പ്രോഫിറ്റ് കിട്ടണം, എത്ര വരുമാനം കിട്ടണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ്? DXനല്ല, നിങ്ങളാണ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ ആ തീരുമാനം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. പക്ഷെ ആ തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി ഇന്നെടുക്കും വേണം, ഇന്നെടുക്കും. സിറാജ് സാറ് രാവിലെ വന്ന സമയത്ത് സിറാജ് സാറെ എടുത്ത് ചോദിച്ചു, പ്രസന്റേഷൻ PPT ഉണ്ടോ? ഞാൻ PPTയുടെ പരിപാടി നിർത്തി. വേറെ ഒന്നും ഉണ്ടല്ലോ, അത് PPTയിൽ ക്ലാസ് എടുക്കുമ്പോൾ എടുത്തിട്ട് വീഡിയോ ഫോട്ടോ എടുക്കില്ല, മനസ്സിലായി? പിന്നെ അത് ശ്രദ്ധിക്കില്ല. എന്നിട്ട് കുറെ കഴിയുമ്പോ ഉണ്ടല്ലോ, പിന്നെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷന് ഫോട്ടോ എടുക്കാൻ ഇതിൽ മെമ്മറി ഫുള്ളാ, എന്നാൽ ഡിലീറ്റ് ചെയ്യാം. പിന്നെ ഡിലീറ്റ് ചെയ്യുന്നത് മുഴുവൻ നമ്മുടെ ക്ലാസ്സുകളാവും, അല്ലെങ്കിൽ ഇങ്ങനത്തെ സ്ലൈഡുകളാവും. ശരിയാണോ തെറ്റാണോ? എവിടേക്കോ കൊള്ളുന്നുണ്ട്, ഇത് എപ്പോഴൊക്കെയോ നമ്മൾ ചെയ്തു പോയിട്ടുണ്ട്. ഇതൊക്കെ പോയിട്ട് നോട്ട്സ് എഴുതിയെടുക്കും അല്ലെ. സ്കൂളിൽ പഠിക്കുമ്പോൾ പോലും ഇത്ര നോട്ട്സ് എഴുതിയിട്ടുണ്ട്, അതുപോലെ എഴുതിയെടുക്കും. എന്നിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഇതുപോലത്തെ ഒരു ട്രെയിനിങ് സെഷന് വരാൻ പറഞ്ഞാൽ ആരാ സ്പീക്കർ, ഇങ്ങേരുടെ ക്ലാസ് കേട്ട് മതിയായിട്ടാണ് അയാൾ ഞാൻ അടുത്തത് എന്താ പറയാൻ പോകുന്നത്, ഞാൻ ഇവിടെ ഇരുന്ന് പറയാം എന്നുള്ളത് പറയും. ശരിയാണോ തെറ്റാണോ? അല്ലേ? ഒരുവിധമൊക്കെ ശരിയാണ്, ടച്ചിങ് വരുന്നുണ്ട്. പക്ഷെ ആ വ്യക്തിയോട് നിങ്ങൾ ഇവിടെ വന്നിട്ടൊന്ന് ക്ലാസ് എടുക്കുന്ന പറഞ്ഞ അത് പറ്റില്ല. അല്ലേ? അത് പറ്റില്ല. അവിടെ ഇരുന്ന് കമന്റ് അടിക്കാൻ, ഗാലറിയിൽ ഇരുന്നിട്ട് കളിക്കാൻ നല്ല രസമാണ്. പക്ഷെ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കാൻ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം. ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുക തന്നെ വേണം. കാരണം നിങ്ങളുടെ ജീവിതമാണ്. നിങ്ങളുടെ ജീവിതം വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളായിരിക്കണം, മറ്റുള്ളവരാവരുത്. നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൈകളിലായിരിക്കണം, മറ്റുള്ളവരുടെ കൈകളിലാവരുത്. ഒരുപാട് ഇഷ്യൂസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നമ്മളൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമാണ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ട ഒരു കാര്യമാണ് അല്ലെ. ടാറ്റയുടെ നാനോ ഫാക്ടറി കേട്ടിട്ടുണ്ടോ? നാനോ എന്ന് പറഞ്ഞ കാറ് കൊണ്ടുവന്ന സമയത്ത് 1.5 ലക്ഷം രൂപയ്ക്ക് ഒരു കാറ് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് വെസ്റ്റ് ബംഗാളില് 78% ഫാക്ടറിയുടെ കൺസ്ട്രക്ഷനും എല്ലാം കഴിഞ്ഞ്
പ്രൊഡക്ഷനിലേക്ക് പോവാൻ നിൽക്കുന്ന സമയത്താണ് ആ ഫാക്ടറി കൂട്ടിക്കെട്ടി പോകുന്നത്. ശരിയാണോ തെറ്റാണോ? കോടികളാണ് അവിടെ ഇൻവെസ്റ്റ് ചെയ്തത്. നിങ്ങൾ ഇവിടെ എത്ര ഇൻവെസ്റ്റ് ചെയ്തു? സീറോ ഇൻവെസ്റ്റ്മെന്റ്. എത്ര ഇൻവെസ്റ്റ് ചെയ്തു മാഡം? ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഒന്നും കിട്ടില്ല. ബോണസ് കിട്ടില്ല. പുതിയത് വന്നതാണ്. ഓക്കെ, അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പൊ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? അല്ല 3000 സാധനം മേടിച്ചത് ഇൻവെസ്റ്റ്മെന്റ് അല്ല. ഇവിടെ ബിഹേവിയറൽ പാറ്റേണിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. കാരണം എന്തെങ്കിലും ഇവിടെ വന്ന് കുറെ പറഞ്ഞു പോവുക എന്നുള്ളതല്ല. ആ പറയുന്നതിന് ആധികാരികത ഉണ്ടാകണം. അതിന് നിങ്ങൾ എന്ത് ചോദ്യം ചോദിച്ചാലും ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ എനിക്ക് സാധിക്കണം. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ എത്ര ഇൻവെസ്റ്റ് ചെയ്തത്? വെരി ഗുഡ്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. കാരണം ബ്രെയിൻ എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റം ബ്രെയിനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് ദ റെക്ടിക്കുലർ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. എന്താണ് ഈ റെക്ടിക്കുലർ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ? നമുക്ക് നോക്കാം. ഓക്കെ, അതൊരു ടെസ്റ്റിലൂടെ നോക്കാം. എല്ലാവരുടെ കയ്യിൽ പുസ്തകം പെന്ന് കണ്ടല്ലോ അല്ലേ? ഓക്കെ, പുസ്തകവും പെന്നും ഇല്ലാത്ത മിടുക്കന്മാരോടും മിടുക്കികളോടും എൻ്റെ വളരെ വലിയ ഒരു റിക്വസ്റ്റ് ആണ്. അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ വരുന്ന സമയത്ത് ദയവ് ചെയ്ത് ഒരു പുസ്തകവും പേനയും കയ്യിൽ കരുതണം. കാരണം 1 മണിക്കൂർ 2 മണിക്കൂറിന്റെ സെഷനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ അതിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സമയത്ത് പറയുന്ന ഒരു വാചകമോ അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോട്ടായിരിക്കും നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്നത്. ഓക്കെ, പേജ് ചെയ്യുന്നത് വേണ്ട. ആർക്ക് സാരില്ല മാഡം, ഞാൻ ജസ്റ്റ് പറഞ്ഞു. ഞാൻ പറയില്ലേ, അപ്രിയങ്ങളായിട്ടുള്ള ചില സത്യങ്ങൾ ഇങ്ങനെ പറയും. എനിക്കത് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല കാര്യങ്ങൾ. ഓക്കെ, എല്ലാവരും റെഡി ആയിരുന്നു? അപ്പൊ ഞാൻ 1 മുതൽ 5 വരെ എഴുതും. ഒക്കെ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഗിഫ്റ്റിന്റെ കാര്യം അത് ഒരു ഗിഫ്റ്റ് ഉണ്ട്. 1 മുതൽ 5 വരെ എഴുതും. ഈ 5 വരെ എണ്ണുന്നതിന് മുന്നേ ചുരുങ്ങിയത് ഏറ്റവും കൂടുതൽ 10 ബ്രാൻഡിന്റെ പേര് നിങ്ങൾ എഴുതണം. എന്ത് ബ്രാൻഡാണെന്ന് ഇപ്പൊ പറയാം. ഓക്കെ, 5 വരെ ഞാൻ കൗണ്ട് ചെയ്യും. ആ 5 കൗണ്ടിനുള്ളിൽ 10 ബ്രാൻഡ്, മിനിമം 10 ബ്രാൻഡ് ആരും എടുക്കും അവർക്ക് എന്റെ വകയിൽ ഒരു ഗിഫ്റ്റ് തരാം. ഓക്കെ, റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? അപ്പൊ ബ്രാൻഡ് വേറെ ഒന്നല്ല, പേസ്റ്റ് ആണ്. 1, 2, 3, 4, 5 നിർത്തിക്കോളും. നിർത്തിക്കോളും. പാൻ എടുത്തില്ല. എന്താ അവിടെ പിന്നെ എന്താണ്? ഓക്കെ, ആദ്യം എന്താ എഴുതിയത്? നോക്കണ്ട, ചെവിയൊന്നും പിടിക്കില്ല. മേഡം എന്താ ആദ്യം? DXN വന്നതേ ഇല്ല. അങ്ങനെ ഞാനത് ഓർത്തു. പേസ്റ്റ് പറഞ്ഞപ്പോ പുറത്തുള്ളത് നമ്മളിത് DXN ഓഫീസില്. അത് ശരി. ഓക്കെ, എത്ര കൊല്ലായി DXN വന്നിട്ടില്ല? 2000 വന്നതാണ്. ആദ്യം എഴുതിയത് കോളേജ് അല്ല. ഇതൊന്ന് ശ്രദ്ധിക്കണേ. ഞാനോട് പറഞ്ഞു. ഓക്കെ, ഇവിടെ ആദ്യത്തെ നമ്പൂരിപ്പടിയും KPS നമ്പൂരിപ്പടി. ഓക്കെ, ആകെ കൺഫ്യൂഷനാണ്. ആദ്യത്തെ അത് അത്ര മതി. മെഡിക്കൽ എന്താ എഴുതി? വെരി ഗുഡ്. DXN Colgate. DXN Colgate. DXN അത് Colgate. ഇപ്പൊ കാര്യം മനസ്സിലായോ? എന്താണ് ഈ റെക്ടിക്കുലർ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് എന്താണോ നമ്മുടെ ചിന്തകളിലേക്ക് കൂടുതലായി വരുന്നത് അതിനോടുള്ള ഒരു ടെൻഡൻസി നമുക്ക് കൂടുതലാണ്.
റൈറ്റ്? അതുകൊണ്ടാണ് അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്, കമ്പനികൾ അഡ്വർടൈസ്മെന്റ് ചെയ്യുന്നത്. ഇപ്പൊ ഗൾഫിലൊക്കെ പോയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം, നമ്മള് ദുബായിന്ന് ഷാർജയ്ക്ക് പോകുമ്പോൾ ഒരു 10-500 സ്ട്രീറ്റ് ലൈറ്റ്സ് ഉണ്ടാവും, അതിന്റെ മുകളിലൊക്കെ അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാവും. ഒന്നെങ്കിൽ ഏതെങ്കിലും XYZ ബ്രാൻഡിന്റെ ആയിരിക്കും. ഇപ്പൊ നിങ്ങള് കോൾഗേറ്റ് എന്ന് പറയുമ്പോ നിങ്ങളോട് ആരെങ്കിലും കോൾഗേറ്റ് യൂസ് ചെയ്യാൻ പറഞ്ഞു? ഇല്ല അല്ലേ? പറഞ്ഞോ? ഇല്ല. പക്ഷെ നിങ്ങൾ കാണുന്നത് അതാണ്. ഒരു പക്ഷെ നിങ്ങൾ DXN ഗാനോഷി യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ നിങ്ങളുടെ വീട്ടിൽ യൂസ് ചെയ്തിരുന്ന കോൾഗേറ്റ് ആയിരിക്കും. അപ്പൊ അഡ്വർടൈസ്മെന്റിന്റെ എഫക്ട് കണ്ടു, മനസ്സിലായോ? അപ്പൊ ഈ റെറ്റിക്കുലർ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സെയിൽസ്മാൻമാരല്ല. പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. DXN നമ്മൾ ഒരു സെയിൽസ്മാനെ അല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ പ്രൊമോട്ടേഴ്സിനെയാണ് ഉണ്ടാക്കുന്നത്. പ്രൊമോട്ടേഴ്സിനാണ് കാശ് കൂടുതൽ. ശരിയാണോ തെറ്റാണോ? അല്ലെ? ഡാഷ് ഈസ് ദ സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറയുമ്പോ അല്ലെ, സീക്രട്ട് ഓഫ് മൈ എനർജി എന്ന് പറഞ്ഞത് മൂപ്പര് പറഞ്ഞത് ശരിയാണ്. കാരണം ആ പറഞ്ഞതിന് കോടികളാണ് മൂപ്പരുടെ പോക്കറ്റിലേക്ക് വീഴുന്നത്. അപ്പൊ മൂപ്പരുടെ എനർജി അതാണ്. പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ പുറത്തു പോയിട്ട് ബൂസ്റ്റ് വാങ്ങും, മക്കൾക്ക് കൊടുക്കും, മക്കള് പുറത്ത് ഓടിക്കളിക്കും, എനർജി കിട്ടും, ഇമ്മ്യൂണിറ്റി കിട്ടും എന്ന് പറഞ്ഞിട്ടില്ലേ? കൊക്കോസിയും ബൂസ്റ്റും കൂടെ ഇവിടെ കമ്പാരിസൺ വരുന്നുണ്ടോ? കൊക്കോസിൽ ഇമ്മ്യൂണിറ്റി അല്ലേ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ബൂസ്റ്റ് കുടിച്ച കുട്ടി എന്ത് ചെയ്യും? പുറത്തോടും, കളിക്കും. പിറ്റത്തെ ദിവസം കുട്ടീനെയും കൊണ്ട് അമ്മയും അച്ഛനും കൊടുക്കും ഡോക്ടറിന്റെ അടുത്തേക്ക്. ശരിയാണോ? ദിസ് ഈസ് എ ബിസിനസ് സൈക്കിൾ. അപ്പൊ ഇവിടെ പറഞ്ഞു വന്നത് റെറ്റിക്കുലർ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ. നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യുകയാണ് വേണ്ടത്. ലോട്ടറി ടിക്കറ്റ് വെക്കുന്ന ആളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? ഏതെങ്കിലും അമ്പലത്തിലോ അല്ലെങ്കിൽ കവലയിലോ ബസ് സ്റ്റാൻഡിലോ പോകുന്ന സമയത്ത് ഇന്ന് നാളെ അല്ലേ പറയാറില്ലേ ചേട്ടാ? ഒന്നും എത്ര ആളുകളുടെ അടുത്ത് ഇവരിത് പോയി പറയുന്നുണ്ടാവും ഒരു ദിവസം? 100-300 എത്ര പേരെടുത്ത് പറയണം? എല്ലാവരോടും പറയാറുണ്ട്, നമ്മൾ പറയാറുണ്ട്. അത് ലീഡറിന്റെ പണിയില്ല. കാരണം നമ്മള് ലീഡർ ആവില്ലല്ലോ, നമ്മളെ കൊണ്ട് ടീം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതൊക്കെ ലീഡർ ചെയ്യണം. ശരിയാണോ തെറ്റാണോ? കാരണം ലീഡേഴ്സ് ആർ നോട്ട് ബോൺ. ഒരു വ്യക്തിയും ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ ലീഡർ ആയിട്ടല്ലല്ലോ വരുന്നത്, അല്ലേ? അത് ലീഡർ ആവല്ലേ ചെയ്യുന്നത്. ശരിയാണോ? അപ്പൊ ജീവിതത്തില് നമുക്ക് പർപ്പസ് എന്ന് പറയുന്ന ഒരു സംഭവം വേണം. ഈ പർപ്പസിൽ എന്തിനാണ് ജീവിക്കുന്നത്? വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇന്നലെ 2-3 പ്രാവശ്യം എനിക്ക് സിറാജ് നീ കുറച്ച് മണ്ണ് കോരിക്കോ എന്ന് പറയുന്നത് നീ ഒരു 10 കൊട്ട മണ്ണ് കോരിക്കോ എന്ന് പറയുന്നത് വ്യത്യാസമുണ്ട്. കാരണം അവിടെ സ്പെസിഫിക് ആണ്. എത്ര കൊട്ട മണ്ണ് നിനക്ക് കോരാം? 10 കൊട്ട. നീ കുറച്ച് മണ്ണ് കോരിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഒരു ട്രിപ്പർ ലോറിയിലായാലും അടിച്ചു മാറ്റി കൊണ്ടുപോകും, അതല്ലെങ്കിൽ 1-2 കൊട്ടയും കൊണ്ടുപോകും. അപ്പൊ സ്പെസിഫിക് ആവണം. ശരിയാണോ? മനസ്സിലായോ? See, human psychology, because I'm a psychologist, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, കാരണം സെയിൽസിന്റെ സ്ട്രാറ്റജി മാറി, കാലഘട്ടം മാറി. 93-ല് DXN വന്ന സമയത്തെ ആ ഒരു സ്ട്രാറ്റജി വെച്ചിട്ട് നിങ്ങൾ ഈ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സക്സസ് ആവില്ല. നിങ്ങൾ എക്സോസ്റ്റഡ് ആവും, നിങ്ങൾ ഡ്രെയിൻ ഔട്ട് ആവും. സ്ട്രാറ്റജി കാലം മാറിയതിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ നമ്മൾക്ക് വരുത്തണം. അംബാസഡർ മാർക്കറ്റിൽ നിന്ന് പോയില്ലേ? ഒരു കാലത്ത് മാർക്കറ്റ് റൂൾ ചെയ്തിരുന്നതാണ് നോക്കിയ എന്ന് പറയുന്ന മൊബൈൽ. മാർക്കറ്റിൽ നിന്ന് പോയില്ലേ? ശരിയാണോ തെറ്റാണോ? അല്ലേ? അപ്പൊ ഇത് ഇത്രയും എക്സാമ്പിൾസ് നമ്മുടെ മുന്നിലുണ്ട്. നമ്മൾ മാറാൻ തയ്യാറായോ? നമ്മൾ ഇപ്പോഴും ആ പഴയ അപ്രോച്ചിലാണ്. നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് എന്നെ കാണാൻ വേണ്ടിയല്ലല്ലോ, കമ്പനിയുടെ എന്തെങ്കിലും ഇൻഫോർമേഷൻസ് കിട്ടാൻ വേണ്ടിയില്ല, നിങ്ങളുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ടിപ്പ് ഇയാളുടെ കയ്യിൽ നിന്ന് കിട്ടുകയാണെങ്കിൽ അത് പ്രാവർത്തികമാക്കാൻ സാധിക്കുകയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയല്ലേ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്? നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റുമായി മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് വേണ്ടത്, ആ വ്യക്തി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കി
അത് ഓഫർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചാൽ മാത്രമേ നമുക്ക് ബിസിനസ്സിൽ സക്സസ് ആവാൻ സാധിക്കുകയുള്ളൂ. ശരിയാണോ തെറ്റാണോ? പക്ഷെ നമ്മൾ അങ്ങനെയാണോ പോവാറ്? 20 കൊല്ലം ഗൾഫിലുണ്ടായിരുന്നാണ്, റിട്ടയർ ചെയ്ത് വന്നാണ് നല്ല കാശുണ്ടാവും. ഇത് നമ്മൾ പറയും ഗൾഫിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ PhD ആയിട്ടാണ് വരുന്നത്. അറിയില്ലേ, ഗൾഫിൽ നിന്ന് വന്ന ആളുകൾക്ക് മുഴുവൻ PhD ആയിട്ട് വരും. പ്രഷർ ഉണ്ടാവും, ഹാർട്ട് ഡിസീസ് ഉണ്ടാവും, ഡയബറ്റിക്സ് ഉണ്ടാവും. മനസ്സിലായി? അപ്പൊ നമുക്ക് ഗാനോഡർമ കൊടുക്കാം. ഈ ഫോക്കസിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാര്യം നടക്കും. സെയിൽസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താ? നമ്മൾ ഇത്രയും കാലം സെയിൽസ് അല്ലേ ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞു സെയിൽസ് ചെയ്യാൻ പാടില്ല, സെയിൽസ് അല്ല വേണ്ട, പ്രൊമോഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പൊ സെയിൽസിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്താ? എവിടെയാണ് നമുക്ക് വീഴ്ച വരുന്നത് എന്ന് ഇപ്പോൾ മനസ്സിലാവുന്നത്? എന്തുകൊണ്ടാണ് നമ്മുടെ ബിസിനസ് സക്സസ് ആവാത്തത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ആ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിച്ചാൽ നമ്മൾ സക്സസ്ഫുൾ ആകും. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഇവിടെ എന്ത് ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചപ്പോൾ അധിക ആളുകളും പറഞ്ഞു ഞാൻ ഒന്നും ഇൻവെസ്റ്റ് ചെയ്യില്ല. ഓക്കെ, അത് നിങ്ങളൊരു പോസിറ്റീവ് സെൻസിൽ പറഞ്ഞ. പക്ഷേ നിങ്ങൾ 3000 രൂപ കൊടുത്തിട്ട് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടാണ് ഈ പ്രസ്ഥാനത്തിൽ വന്നത് എങ്കിൽ ഈ റെറ്റിക്കുലർ ഫങ്ഷൻ ഓഫ് ദ ബ്രെയിൻ എന്ന് പറയുന്ന ഫാക്ടർ സത്യമാണ് എങ്കിൽ, യു കൻ ഗോ ആൻഡ് ചെക്ക് ഇൻ ഗൂഗിൾ. ഓക്കെ, ഈ ബ്രെയിൻ ഫങ്ഷനെ പറ്റിയിട്ട്. ഓക്കെ, എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്യേണ്ടത് ഞാൻ 3000 രൂപ കൊടുത്ത് പ്രൊഡക്റ്റ് വാങ്ങി എന്നുള്ളതല്ല, ഞാൻ 3 കോടി രൂപ കൊടുത്തിട്ടാണ് ഈ പ്രൊഡക്റ്റ് വാങ്ങിയത്. അപ്പോൾ റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ് എനിക്ക് കിട്ടണം. ആ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസവും ബോണസ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളോട് പറയും, നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളോട് പറയും നിങ്ങളുടെ മിഷൻ അക്കംപ്ലിഷ്ഡ് ആയിട്ടില്ല. കാരണം നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 3 കോടിയാണ്. ശരിയാണോ തെറ്റാണോ? കാരണം അതാണ് ഞാൻ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ളത്. 3 കോടി ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾ ഈ ബിസിനസ്സിൽ ചെയ്തിട്ടുണ്ടോ? ഇത് ഈ സ്ഥാപനം നിങ്ങളുടെയാണോ? ആണോ? അവിടെ എംപ്ലോയീസ്, ഈ പറയുന്ന ഞാനോ നിങ്ങളുടെ എംപ്ലോയീസ് ആണോ? നിങ്ങളുടെ എംപ്ലോയി ആണോ? ആണല്ലോ അല്ലേ? അപ്പൊ ആണോ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒന്ന് വന്ന് നോക്കിക്കൂടെ എന്റെ സ്ഥാപനം ശരിയായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഈ എന്റെ തൊഴിലാളികളെ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാറുണ്ടോ? അത് ചെയ്യണം. ഒന്ന് ചെയ്ത് നോക്കൂ. കാശ് വലിയ ചെലവില്ലാത്ത ഏർപ്പാടല്ലേ, ഒന്ന് വന്ന് നോക്കൂ. അത് നിങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ. കാരണം മാറ്റം എന്ന് പറയുന്നത് അവനവനിൽ വരണം. ഇന്റേണൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ മാത്രമേ എക്സ്റ്റേണൽ ചേഞ്ചസ് സംഭവിക്കുകയുള്ളൂ. മറ്റുള്ളവർ മാറട്ടെ എന്നിട്ട് ഞാൻ മാറാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ മതി, വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വലിയ വലിയ മാറ്റം. പക്ഷെ ആ ചെറിയ മാറ്റം ചെയ്യാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. കാരണം അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ വിദ്യാഭ്യാസ രീതിയാണ്. മാറി ചിന്തിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ രീതി അനുവദിക്കുകയില്ല എന്നുള്ളതാണ്. ഔട്ട് ഓഫ് ദ ബോക്സ് തിങ്കിങ്. ഇപ്പൊ ഈ അടുത്ത കാലഘട്ടത്തിലല്ലേ സ്കിൽ ഡെവലപ്മെന്റിന് നമ്മൾ എംഫസൈസ് ചെയ്യാൻ കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, MBBS-നും അതല്ലെങ്കിൽ നീറ്റ് എക്സാമിനൊക്കെ റാങ്ക് വാങ്ങിയ കുട്ടികളെ കുറിച്ച് പിന്നീട് നമ്മൾ കേൾക്കാറുണ്ട്. അവരവിടെ പോയി. പിന്നെ നമ്മൾ കേൾക്കുന്നത് ഇപ്പൊ നമ്മള് ഇവിടുത്തെ പ്രശസ്തമായ ഹോസ്പിറ്റല്, അതല്ലെങ്കിൽ ഇപ്പൊ ഇവിടുത്തെ ക്യാൻസറിന്റെ ഏറ്റവും വലിയ പ്രശസ്തമായ ഡോക്ടർ ആരാ? എങ്ങനെയാ പേര് വന്നത്? അദ്ദേഹം റാങ്ക് വാങ്ങിയിട്ടാണോ നീറ്റ് പാസ്? സ്കില്ലാണ്, സ്കിൽ സെറ്റ് ആണ്. അപ്പൊ ഏത് മേഖലയിലായാലും നിങ്ങളുടെ സ്കിൽ സെറ്റ് ആണ്. സെയിൽസിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾ എന്ത് സംസാരിക്കുന്നു, എങ്ങനെ സംസാരിക്കുന്നു, എത്ര സംസാരിക്കുന്നു, എപ്പോ സംസാരിക്കുന്നു, നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. ശരിയാണോ തെറ്റാണോ? അപ്പൊ ആ സ്കിൽ സെറ്റ് ആണ് നമുക്ക് വേണ്ടത്. അത് നമുക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ജീവിതത്തിൽ രക്ഷപ്പെടാൻ എന്താണ് വേണ്ടത്? ഒബ്സർവേഷൻ വേണം, നിരീക്ഷണം. നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സിനെ ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ക്ലാസ്, ഓരോ ലീഡേഴ്സിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത്
അവരുടെ ബോഡി ലാംഗ്വേജ്, അവരുടെ സംസാര രീതി, അവരുടെ സംസാര ശൈലി, അവരെങ്ങനെയാണ് കാര്യങ്ങൾ പറയുന്നത്, പറഞ്ഞു ഫലിപ്പിക്കുന്നത്, അത് നിങ്ങളൊരു പരിധി വരെ ട്രൈ ടു കോപ്പി ദാറ്റ് വൺ. ഡോണ്ട് ഇമിറ്റേറ്റ് ചെയ്യരുത്, കോപ്പി ചെയ്യരുത്. എക്സാക്ട്ലി കോപ്പി കാറ്റ് പോലെ ചെയ്യരുത്. നിങ്ങളുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള രീതിയിൽ അത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രസന്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറ്റങ്ങൾ വരും. പക്ഷെ അത് നമ്മൾ ചെയ്യാൻ, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെമിനാറുകൾ കൊണ്ട് കാര്യമില്ല. സെമിനാറുകൾ എടുക്കുമ്പോൾ 2-3 ലീഡേഴ്സ് ഇവിടെ വരും, അവര് സെഷൻസ് എടുക്കും, നിങ്ങൾ അവിടെ ഇരിക്കും, നിങ്ങൾ നോട്ട് ഇങ്ങനെ എഴുതും, ഇത് വീട്ടിൽ കൊണ്ടേ വെക്കും. നിങ്ങൾ എന്നാണ് ഈ സ്റ്റേജിലേക്ക് വരേണ്ടത്? ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ ഞാൻ പറയുന്നതിലൊന്നും തോന്നരുത്. രാജീവ് സാറിനെ അല്ലെങ്കിൽ സിറാജ് സാർ, ബിനീഷ് സാറിനെ പോലത്തെ ആളുകളെ നിങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ ചുരുങ്ങിയത് ഒരു 500-1000 ആളുകൾ വേണം. അവർക്കൊരു വില വേണം. ശരിയാണോ തെറ്റാണോ? എത്ര കാലം അവർ നിങ്ങൾക്ക് വേണ്ടി ഓടും? 10, 20, 25 കൊല്ലം വേണ്ടി അവർ നിങ്ങൾക്ക് വേണ്ടി ഓടി. ഇനി അവർ ഓടട്ടെ. അതാണ് അധികാരം കൈകളിൽ തരും, ഉത്തരവാദിത്തം ആരും കൈകളിലേക്ക് തരും. ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ഒരു ഫൈനൽ ഡെസിഗ്നേഷൻ അല്ല. ഇറ്റ് ഈസ് എ നെയിം ദാറ്റ് ഈസ് bestowed upon you. നിങ്ങളിൽ അവരോധിക്കപ്പെടുന്ന ഒരു സ്ഥാനമാണ്. ആരാ അവരോധിക്കുന്നത്? നിങ്ങളുടെ ഫോളോവേഴ്സ്. ശരിയാണോ തെറ്റാണോ? അപ്പൊ നിങ്ങളുടെ ടീം, നിങ്ങളുടെ ബിസിനസ് എന്ന് പറയുന്നത് നിങ്ങളിൽ നിന്നാണ് തുടങ്ങുന്നത്. ആ ബിസിനസ് എങ്ങനെ മുന്നോട്ട് പോകണം, ഏത് രീതിയിൽ മുന്നോട്ട് പോകണം എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. കാരണം കപ്പാസിറ്റി ആൻഡ് കേപ്പബിലിറ്റി എന്ന് പറയുന്ന 2 സാധനങ്ങളുണ്ട്. ഓക്കെ, അതിന്റെ ഡെപ്തിലേക്കൊന്നും പോകണ്ട. അപ്പൊ റെക്ടിക്കുലർ ഫംഗ്ഷൻ ഓഫ് ദ ബ്രെയിൻ മനസ്സിലായി. 2000 മുതൽക്ക് നമ്മൾ DXL ഉണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ ആദ്യം വന്ന വാക്ക് ഏതാ ലീഡറെ? ഭാഗ്യമാരും DXN കോൾഗേറ്റ് എന്ന് പറയാം. അങ്ങനെയും എഴുതി വെച്ച് അല്ല, അത് കുഴപ്പമില്ല. കാരണം അതിന്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്രത്തോളം അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഒരാള് ജോയിൻ ചെയ്തില്ല, 2 ആള് ജോയിൻ ചെയ്തില്ല, പോട്ടെ. സാറല്ലേ പറഞ്ഞ 35 ലക്ഷത്തിൽ പേരെ ജനങ്ങള് എറണാകുളം ജില്ലയിലുണ്ട്. എത്ര പേര് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്? ഇഷ്ടംപോലെ ആളുകൾ കടക്കല്ലേ. പക്ഷെ അത് പറയാനുള്ള ഒരു എന്താ പറയുക, ക്ഷമ. ലോട്ടറി ടിക്കറ്റുമായിട്ട് പലരുടെ മുന്നിൽ പോയിട്ട് ഇത് കെഞ്ചാൻ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ നമുക്ക് ഡിഗ്നിഫൈഡ് ആയിട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ബിഹേവിയർ എന്ന് പറയുന്നത് B is equal to map എന്നാണ് പറയുന്നത്. ഓക്കെ, B is ഒരു സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ DXലുമായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ബിസിനസ്സുമായിട്ട് ഇത് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? അപ്പൊ നിങ്ങളുടെ ടീമിലേക്ക് ഒരു പുതിയ പ്രോസ്പെക്ട് കയറി വന്നു, അല്ലെങ്കിൽ ഒരു പ്രോസ്പെക്ട് നിങ്ങളുടെ ടീമിലേക്ക് അസോസിയേറ്റ് ചെയ്തു. ഇവര് ലിമ്മിനെ കണ്ടുകൊണ്ടാണ് അതിലേക്ക് വന്നത്. DXL എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ കണ്ടിട്ടാണ് അതിലേക്ക് വന്നത്. നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടിട്ടാണ് അവർ ഈ പ്രസ്ഥാനത്തിലേക്ക് വന്നത്. ശരിയാണോ തെറ്റാണോ? ശരിയല്ലേ? അല്ലെ? അപ്പൊ അവരുടെ റോൾ മോഡൽ ആരാ? നിങ്ങളാണ്, അല്ലെങ്കിൽ ഞാനാണ്. ശരിയാണോ തെറ്റാണോ? അല്ലെ? അപ്പോ അവിടെ നിങ്ങൾ കൊടുക്കേണ്ട ഈ കാര്യങ്ങളാണ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്? പിന്നിൽ നിന്ന് ചെറിയ ശബ്ദങ്ങൾ കേൾക്കുന്നു. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ഇൻസ്പയറിംഗ് അതേഴ്സ് ആണ്. ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആക്ഷൻ ആണ്. യു കനോട്ട് മോട്ടിവേറ്റ് എനിവൺ. ഇത് ആദ്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് ഒരു വ്യക്തിയെയും മോട്ടിവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾക്ക് വ്യക്തികളെ ഇൻസ്പയർ ചെയ്യാനേ സാധിക്കുള്ളൂ. ആ ഇൻസ്പിറേഷൻ ലീഡ്സ് ടു മോട്ടിവേഷൻ, ആക്ഷനിലേക്ക് മാറും. അല്ലെ? ഒരു കൊച്ച് അവന്റെ അച്ഛൻ ഇല്ലാത്ത സമയത്ത്, ഒരു ഉദാഹരണം പറയാണ്, കാരണം ഞാൻ നിങ്ങൾക്കത് ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അവൻ അച്ഛൻ ഇല്ലാത്ത സമയത്ത് വീട്ടിലെ ആഷ്ട്രയിൽ നിന്ന് സിഗരറ്റിന്റെ ഒരു
ബഡ് എടുക്കുന്നു, സിഗരറ്റ് വലിക്കുന്നു. അപ്പൊ അവന്റെ ഇൻസ്പയറിംഗ് ഫാക്ടർ എന്തായിരുന്നു? അവന്റെ അച്ഛന്റെ ആക്ഷൻസ് ആണ്. ഞാൻ ആദ്യം പറഞ്ഞു, ആക്ഷൻ സ്പീക്സ് 1000 times better than words. ശബ്ദത്തെക്കാൾ കൂടുതലായിട്ട് ആക്ഷൻസ് ആണ്. അപ്പൊ നിങ്ങളുടെ സക്സസ് ഷുഡ് ടോക്ക് എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? അപ്പൊ ഈ മോട്ടിവേറ്റിംഗ് ഫാക്ടർ വരണമെങ്കിൽ ആക്ഷൻ ആണ്. ആ ആക്ഷൻ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ വാട്ട് ഈസ് ദ ഇൻസ്പിറേഷൻ? നിങ്ങൾ എന്ത് ഇൻസ്പിറേഷൻ ആണ് ഒരു ലീഡർ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ടീമിലേക്ക് കൊടുക്കുന്നത് എന്നാണ് നിങ്ങൾ നോക്കേണ്ടത്. അതിനാണ് ഞാൻ പറഞ്ഞത്, എന്റെ ടീമിൽ ഈ സാറുണ്ട്. ഈ സാറ് സ്റ്റാർ ഏജന്റ് ആണ്, ഇദ്ദേഹത്തിന് 30,000 കിട്ടുന്നുണ്ട്. ഓക്കെ, ഈ സാറുണ്ട്, ഈ സാറ് സ്റ്റാർ റൂബിയാണ്, അദ്ദേഹത്തിന് 40,000-45,000 കിട്ടുന്നുണ്ട്. ഇവർ ഡയമണ്ട് ആണ്, ഈസ് ഗെറ്റിംഗ് അറൌണ്ട് 50,000. അപ്പൊ ഞാൻ ഇവിടെ എന്തായി? ശശിയായി നാലും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ സൈലന്റ് ആയിട്ടിരിക്കുന്നു, പേടിയ ഒന്ന് എൻജോയ് ചെയ്തിരിക്കുന്നു, ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുന്നു. എല്ലാവരും ചോദിക്കുന്നുള്ള പേടി കാരണം. ഓക്കെ, എല്ലാവരും ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് എടുത്ത് എടുത്തു, അപ്പോഴേ വിട്ടു. കുറച്ച് പിടിച്ച് വെക്കുക. ഓക്കെ, ഒന്ന് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്ത് ഹോൾഡ് ചെയ്ത് ഒരു മിനിറ്റിൽ നമ്മൾ എത്ര ബ്രീത്തിങ് എടുക്കും? 72 ആണോ? ഒരു മിനിറ്റിൽ ഒരു മനുഷ്യൻ, ഹെൽത്തി ആയിട്ടുള്ള ഒരു മനുഷ്യൻ എത്ര ബ്രീത്ത് എടുക്കും? 10 to 11. ഒരു മിനിറ്റ്. വീട്ടിൽ പോയിട്ട് ഇരുന്നിട്ട് നോക്കിയാൽ മതി. അയ്യോ ചേട്ടാ 9 ഇടുമല്ലോ, പ്രശ്നമില്ല. അല്ല, കുറയാം. പക്ഷെ if it is below 8, that means there is something wrong. Okay, ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ വലിവ്, ഇതൊക്കെ അടിക്കില്ലേ, അത് കുറയും. പിന്നെ ചിലരുണ്ടാവും സ്പീഡ് ബ്രീത്തിങ്. ഓക്കെ, ഈ സ്പീഡ് ബ്രീത്തിങ് ഒക്കെ നടക്കും. എപ്പോഴറിയും? എന്റെ സെഷൻ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ബ്രീത്ത് ചെയ്തിരുന്നു, ബ്രീത്ത് ചെയ്തിരുന്നു അല്ലേ? അല്ലെ, ഇനി നിങ്ങൾ ജീവനോട് ഉണ്ടാവില്ലല്ലോ അല്ലേ? എല്ലാവരും വലിയ പോയിട്ടുണ്ടാവും അല്ലെ? ബ്രീത്ത് ചെയ്ത്. പക്ഷെ ആ ബ്രീത്ത് ചെയ്തത് നിങ്ങൾ ശരിയായ രീതിയിലാണോ ബ്രീത്ത് ചെയ്തത്? അല്ലേ? ആണോ? ഒരു ചോദ്യം ചോദിച്ചാൽ തീരുമില്ല. ആണോ അല്ലേ? നോർമൽ ബ്രീത്തിങ് ആണോ? അല്ല. ഇപ്പൊ നിങ്ങൾ കുറച്ചും കൂടി ഡീപ് ബ്രീത്ത് ചെയ്തില്ലേ? അതുപോലെയാണ് നിങ്ങൾ ബ്രീത്ത് ചെയ്തിരുന്നത് അല്ല? അപ്പൊ ഏത് ശരിക്കുള്ള ബ്രീത്തിങ് ഏതാ? ആ ഡീപ് ബ്രീത്ത്. ഈ ലങ്സ് നിങ്ങൾക്ക് ഓഫറിന് കിട്ടിയതൊന്നുമല്ലല്ലോ. 3 സ്പൈറലിനെ വാങ്ങുമ്പോൾ 1 സ്പൈറലിന്റെ ഫ്രീ എന്ന് പറഞ്ഞ പോലെ മോളിന്ന് ആളെ ഉണ്ടാക്കി വിടുന്ന സമയത്ത് ഓക്കെ, ഇനി പോണ പ്രൊഡക്ഷനിൽ മുഴുവനും 6 ലിറ്റർ കപ്പാസിറ്റി ലങ്സ് ഉള്ള ഒരു പോട്ടെ. കാരണം ഒരു 16 എണ്ണത്തിന് ഉണ്ടാക്കി വിട്ടുമല്ലോ. അപ്പൊ അങ്ങനെയാണോ? അല്ലല്ലോ. ഒരു ശരാശരി വ്യക്തിയുടെ ലങ്സ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 6 ലിറ്റർ ആണ്. ഈ 6 ലിറ്റർ നമ്മൾ യൂസ് ചെയ്യില്ല. ആന്റി ഓക്സിഡന്റ് എന്നൊക്കെ നമ്മൾ പറയണില്ലേ? ഇതൊക്കെ ആര് കൊടുക്കും? ലീഡർ കൊടുക്കും, DXM കൊടുക്കും, നമ്മൾ കൊടുക്കും. കൊടുക്കാറുണ്ടോ? ഇല്ലല്ലോ അല്ലെ? when you hit 30, minimum 10,000 steps a day എന്ന് പറയാറുണ്ട്. ശരിയാണോ തെറ്റാണോ? നിങ്ങൾ കേട്ടിട്ടൊന്നുമില്ല. നമുക്ക് DXM അറിയാം, ഗാനോഡർമ അറിയാം അല്ലെ? ഇതൊക്കെ അറിയാന്നല്ലാണ്ട് ഈ വക അപ്പൊ നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നത് എവിടെയെന്ന് മനസ്സിലായി. ഒരു അവയർനെസ്, ഞാൻ എന്തിന് ഈ പെന്ന് യൂസ് ചെയ്യണം, അതല്ലെങ്കിൽ ഞാൻ എന്തിനാണ് ഈ ഗാനോഡർമ യൂസ് ചെയ്യേണ്ടത്, ആ ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അവര് ഉപയോഗിച്ചോളുന്നേ. ഇത് നീ കഴിക്കുക എന്നിട്ട് വേണം എനിക്ക് PV ഉണ്ടാക്കാൻ. എന്റെ വീട്ടിലിരിക്കുന്ന BV-നെ എന്നാലേ ഞാൻ ഹാപ്പി ആക്കാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ജന്മത്തിൽ വാങ്ങൂല, കഴിക്കില്ല. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിക്കേ എന്ന് പറയുന്നതിന് പകരം എന്തിന് പഠിക്കണം എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടി പഠിക്കേണ്ട കാര്യം ഏറ്റെടുക്കും അവന്റെ കപ്പാസിറ്റിക്ക് വെച്ച്. പക്ഷെ നമ്മൾ അതല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ബിസിനസ്സിലും പറ്റുന്നത്. ഞാൻ എന്തിന് 1000 PV ചെയ്യണം?
അല്ലെങ്കിൽ ഞാൻ എന്തിന് 3000 PV ചെയ്യണം? നിങ്ങളൊരു ബിസിനസ്. പക്ഷെ ഇവിടെ ഇപ്പോഴും നിർഭാഗ്യവശാൽ നമ്മുടെ മനസ്സിലൊരു ചിന്ത വന്നപ്പെട്ടത് എന്താണ്? കൺസ്യൂമർ ആറ്റിറ്റ്യൂഡാണ്. ശരിയാണോ തെറ്റാണോ? ഇപ്പൊ കുറച്ചു മുന്നേ ഞാൻ രാജീവ് സാറുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയായിരുന്നു, നമ്മുടെ സ്റ്റോക്കിസ് ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ചെറിയൊരു മാറ്റം വരുത്തണം. മൊബൈൽ സ്റ്റോക്ക് പോയിന്റുകൾ വേണം. ഓരോ ലീഡറും ഒരു മൊബൈൽ സ്റ്റോക്ക് പോയിന്റ് ആവണം. കാരണം ഇപ്പൊ നമ്മൾ പറയുന്നത് മൈ ഹോം മൈ ഷോപ്പ് അല്ലെ, ഒരു കൺസ്യൂമർ കോൺസെപ്റ്റ് ആണ്. ആ കൺസ്യൂമർ കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങളുടെ ടീമിൽ ഒരു മെമ്പർക്ക് പ്രൊഡക്റ്റ് വേണം, അദ്ദേഹത്തിന് PV വേണം, SV വേണം, നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. മൊബൈലിൽ പോരെ, ജിപേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പേയ്മെന്റ് വന്നു, നിങ്ങൾ ആ ആപ്പിൽ കയറുന്നു, നിങ്ങൾ ബില്ല് ചെയ്യണോ, അവർക്ക് സാധനം അയച്ചു കൊടുക്കുന്നു, അവർക്ക് കൊടുക്കാം. ശരിയാണോ തെറ്റാണോ? അപ്പൊ കൺസ്യൂമർ എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിന്ന് ഒരു ബിസിനസ്മാൻ എന്ന ആറ്റിറ്റ്യൂഡിലേക്ക് നിങ്ങൾ മാറണം. അത് മാറിയിട്ടില്ല. ഇപ്പോഴും കൺസ്യൂമർ മൈൻഡ് സെറ്റിലാണ്. ഈ കൺസ്യൂമർ മൈൻഡ് സെറ്റിൽ ഇരിക്കുമ്പോൾ സാധനത്തിന്റെ വില കൂടി, എന്നെ കൊണ്ട് ഇത് നടക്കില്ല. ഇത് ഞാൻ ആരോടെങ്കിലും പറയാൻ പോകുന്ന സമയത്ത് സംഭവം ശരിയാണ്. ഞാൻ ഒരു ഇത് കാര്യം പറയുമ്പോൾ കമ്പനിയുടെ ഒരു വ്യക്താവ് എന്നുള്ള നിലയിൽ ഞാൻ അതിനെ ജസ്റ്റിഫൈ ചെയ്ത് പറഞ്ഞില്ല. XYZ കമ്പനീസ് പുതുതായിട്ട് ഇവിടെ ലോഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഒരു 3-4 years ആയിട്ട് ഈ കമ്പനിയുമായി ഞാൻ അസോസിയേറ്റ് മീൻസ് അവരെ എനിക്ക് അത്രയും അറിയുന്ന വ്യക്തികളാണ്. അവരുടെ സ്പൈറുലിന പ്രൈസ് നിങ്ങൾ നോക്കൂ, അവരുടെ കോഫി പ്രൈസ് നിങ്ങൾ നോക്കൂ. നമ്മുടെ പ്രൈസിനേക്കാളും 2-3 അല്ലെങ്കിൽ 5-10% ഇരട്ടിയാണ്. അപ്പൊ അത് കൂടുതലല്ല. ഞാൻ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയില്ല. അപ്പൊ നമുക്കറിയാം പ്രൈസ് കൂടി. പക്ഷെ നിങ്ങളൊരു പുതിയ പ്രോസ്പെക്ടിന്റെ അടുത്ത് പോകുന്ന സമയത്ത്, അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അപ്പൊ നിങ്ങൾ പറയുന്ന പ്രൈസ് അല്ലേ, അദ്ദേഹം നിങ്ങളോട് പറയോ പ്രൈസ് കൂടി എന്നുള്ളത്? പറയൂ? അത് അവിടെയാണ് നമ്മൾ പറയുന്നത് യു കമ്പയർ ആൻ ആപ്പിൾ ടു ആൻ ആപ്പിൾ. അതല്ലാണ്ട് നിങ്ങൾ ആപ്പിളിനെ വെച്ചിട്ട് ഓറഞ്ചുമായിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഡിഫറൻസ് വരും. എന്ത് ക്വാളിറ്റി ഓഫ് കമ്പനിയാണ്, എന്ത് സ്റ്റാൻഡേർഡ് ഓഫ് കമ്പനിയാണ് നമ്മുടേത് എന്നുള്ള ബോധം, തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത്. കാരണം നിങ്ങൾ നോക്കി ഏത് കമ്പനി നിങ്ങൾ എടുത്തോ, മിഡിൽ ഈസ്റ്റിൽ സക്സസ്ഫുൾ ആണോ? അല്ല. ആണോ? അല്ലല്ലോ. പക്ഷെ നമ്മുടെ കമ്പനി എത്ര കാലമായി സക്സസ്ഫുൾ അല്ലേ? കുറച്ചു മുന്നേ സിറാജ് ഭായ് പറയുന്നത് കേട്ടു, നമ്മുടെ കോഫി സബീൽ പാലസിലേക്ക് പോകുന്നു. ഹി ഈസ് യൂസിങ് ദാറ്റ് വൺ. പക്ഷെ അത് വിറ്റ് കാശാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് ഇല്ല. കാരണം നമ്മൾ ഇപ്പോഴും ഒരു കൺസ്യൂമർ ആറ്റിറ്റ്യൂഡിലാണ്. ആ കൺസ്യൂമർ ആറ്റിറ്റ്യൂഡിൽ നിന്ന് ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് വരണം. ബിസിനസ്മാൻ ആറ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ എന്താ, അതിന് ശേഷമാണ് ഓൺടർപ്രണർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പൊ ബിസിനസ്മാനും ഓൺടർപ്രണറും എന്താ? എത്രയും പെട്ടെന്ന് 1 മണിക്കൂറായി ഇയാള് നിർത്തി പോവില്ല. 10 മിനിറ്റ് കൂടി ഉണ്ട്. അല്ല എന്തൊരു നോക്കൂ പ്ലീസ്, നിങ്ങൾ സക്സസ് ആയി കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ഞാൻ എന്നെ കുറിച്ച് രാജീവ് സാറിനും സുരേഷ് സാറിനൊക്കെ നന്നായിട്ട് 2008 മുതൽക്ക് ഞാൻ DXN-ലുണ്ട്. ഓക്കെ, ഞാനൊരു മെമ്പറല്ല, DXN-ന്റെ സ്റ്റാഫ് അല്ല. 2 പ്രാവശ്യം ഞാൻ മലേഷ്യയിൽ ഫാക്ടറി പോയി കണ്ടു. അവിടെ പോയി അവിടുത്തെ ട്രെയിനിങ്സിലും കാര്യങ്ങളൊക്കെ ഞാൻ അറ്റൻഡ് ചെയ്തു, അവർക്ക് ട്രെയിനിങ്സ് കൊടുത്തു. ഓക്കെ, എനിക്ക് DXN-നോടുള്ള അറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് അത്രയാണ്. ഞാൻ ഒരുപാട് ലൈഫ് ചേഞ്ചിങ്, ഒരുപാട് വ്യക്തികളുടെ ജീവിതം മാറി മറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. രാജീവ് ഭായിക്കും സിറാജ് ഭായിക്കും അറിയാം, നമ്മുടെ ഷാർജ ബ്രാഞ്ചിൽ ഒരു നേപ്പാളി പയ്യൻ ഉണ്ടായിരുന്നു, കപ്പൻ ഷാ എന്ന് പറഞ്ഞിട്ട്. അവന്റെ സാലറി എന്ന് പറഞ്ഞാൽ 500 ദിർഹംസാണ്. 500 ദിർഹംസ് നാട്ടിൽ 500 രൂപ ഒന്ന് ആലോചിച്ച് നോക്കി, സർവൈവ് ചെയ്യും. ആ പയ്യൻ DXN ചെയ്തിരുന്നു, DXN ബോണസ് കിട്ടുന്നു. തിലകേട്ടൻ കയ്യിൽ നിന്ന് കാശിട്ടിട്ട് അവന് ലൈസൻസ്. ദൈവത്തിന്റെ കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത് അപ്പോഴാണ്. ഫസ്റ്റ് ടെസ്റ്റിന് തന്നെ അവന് ലൈസൻസ് കിട്ടി. 3 കൊല്ലം എടുത്ത് എനിക്ക് ലൈസൻസ് കിട്ടി. 12 ടെസ്റ്റ് ഞാൻ കൊടുത്തു. ഇവന് ഫസ്റ്റ് ടെസ്റ്റ്. അപ്പൊ നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യണം. കമ്പനിയാണ് ഇന്ന് ഹീസ് ഫ്ലൈയിങ് ഹൈ ഇൻ DXN. പക്ഷെ നമുക്ക് എന്താണ് മാറ്റം പറയുന്നത്? നമ്മൾ ഇപ്പോഴും മാറ്റങ്ങൾ ഉൾക്കൊണ്ടിട്ടില്ല. നമുക്ക് സ്പൂൺ ഫീഡിങ് ആണ്. സിറാജ് സാർ വരും കാര്യങ്ങൾ പറഞ്ഞു തരും, രാജീവ് സാർ വരും കാര്യങ്ങൾ പറഞ്ഞു. എന്നാണ് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പോകുന്നത്? ഇവരുടെ പൊട്ടൻഷ്യൽ നമുക്കറിയാം. അപ്പൊ അത് നമ്മളൊരു മാസ് ക്രൗഡിലേക്ക് അവരെ പുള്ളിയണം.
സാറ് വരികയാണെങ്കിൽ സാറ് വരുന്നുണ്ടെങ്കിൽ മിനിമം ഒരു 500 മെമ്പർ എൻ്റെ ടീമിൽ ഉണ്ടെങ്കിൽ ഞാൻ ആ സാറിനെ വിളിക്കും. നിങ്ങളുടെ ടീമിൽ നിന്ന് നിങ്ങൾ കൊണ്ടുപോവാ, നിങ്ങളുടെ ഗ്രോത്ത് അല്ലേ. പക്ഷെ ഇവിടെ ഒന്നും തോന്നരുത്, ഞാൻ ചെറിയ കാര്യങ്ങളില്ല. എന്റെ മെമ്പർ ബിസിനസ് ചെയ്ത് അങ്ങേർക്ക് ബോണസ് കൂടില്ലേ? ശരിയാണോ തെറ്റാണോ? ഞാൻ ലുലുവിൽ പോയി സാധനം വാങ്ങിയ യൂസഫ് അലി കോടീശ്വരനാവില്ല എന്ന് ചിന്തിച്ച് ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഇരിക്കില്ല, ഉണ്ടാവുള്ളൂ, വേറെ ആളുകൾ പോകും. ശരിയാണോ തെറ്റാണോ? See, you have ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ കയ്യിൽ കിട്ടി, ഒരു പ്ലാറ്റ്ഫോം നിങ്ങളുടെ കയ്യിൽ കിട്ടി. അതിനെ നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾ മുന്നിലോട്ട് പോകും. അതാണ് പറഞ്ഞത് ബിഹേവിയർ എന്ന് പറഞ്ഞത്, നിങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് നിങ്ങളുടെ ടീമിനെ റിലേറ്റ് ചെയ്തിട്ടാട്ടോ ഞാനിപ്പോ പറയേണ്ടത്. ഓക്കെ, നിങ്ങളുടെ DXN ടീമിനെ റിലേറ്റ് ചെയ്ത് ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസ്പയറിംഗ് ഫാക്ടേഴ്സ് എന്താണ്? യുവർ അപ്രോച്ച്, the way you talk to them, നിങ്ങൾ അവരോട് സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ അപ്രോച്ച് രീതി. ഒരു വ്യക്തിയെ നമ്മൾ ആദ്യം കാണുമ്പോൾ ശ്രദ്ധിക്കുന്ന കാര്യം എന്താണ്? നമ്മൾ പറയില്ലേ, ഫസ്റ്റ് ഇംപ്രഷൻ should be the show and go. I can give you n number of leaders from outside, അവർ സ്റ്റേജിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ that's not impressive. ഡെപ്തിലേക്ക് പോകണ്ട, you just reconnect it, you collect it. ഞാൻ പറഞ്ഞു ഒബ്സർവേഷൻ. അപ്പൊ എന്താണ് ഇൻസ്പയറിംഗ് ഫാക്ടേഴ്സ്? നിങ്ങളുടെ നോളജ്, നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ സംസാരം, ഒരാളുടെ ബോഡി ലാംഗ്വേജ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം ഇയാൾ ഇൻട്രസ്റ്റഡ് ആണോ നിങ്ങളുടെ സംസാരത്തിൽ. ഇഫ് ഹി ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ്, സ്റ്റോപ്പ് ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. കാരണം നിങ്ങൾ എന്ത് പ്രവൃത്തി ചെയ്താലും അതിന് ഒരു ROI വേണം, റിട്ടേൺ ഓവർ ഇൻവെസ്റ്റ്മെന്റ്. ഞാനിപ്പോ ഈ മാഡത്തിന് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ, DXN വേണ്ടി സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ നോക്കണം അതിൽ നിന്ന് എന്ത് റിട്ടേൺ ആണ് എനിക്ക് കിട്ടാൻ സാധ്യതയുള്ളത്. ഒന്നെങ്കിൽ അവരെ ഞാനത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റണം ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ദാറ്റ് ഈസ് എനഫ്. അതിന്റെ റിട്ടേൺ ആയിട്ടുള്ള എന്റെ ക്രെഡിറ്റ്സ് പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ എവറിത്തിങ് യു നീഡ് ടു ലുക്ക് ഇൻ ടു ഇറ്റ്. മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം പോകുന്ന ഇൻസ്പയറിംഗ് ഫാക്ടേഴ്സ് എന്താണ് എന്നിലുള്ളത് എന്നുള്ള അറിവല്ല, തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. അത് കഴിഞ്ഞ് എന്താണ് എബിലിറ്റി, അത് അവർക്ക് ചെയ്യാൻ കഴിയാറുണ്ടോ? അതാണ് ഞാൻ ഡൽഹിയിൽ അന്ന് സംസാരിച്ച സമയത്ത് പറഞ്ഞത്. എല്ലാവർക്കും എല്ലാ കപ്പാസിറ്റിയും ഉണ്ടായിക്കൊള്ളുന്നില്ല, മനസ്സിലായില്ലേ? ഒരു ആനേനോട് നമ്മളൊരു 100 മീറ്റർ ഓട്ടം വെച്ചിട്ട് 10 സെക്കൻഡ് കൊണ്ട് ഓടണം, എവിടെ എത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അതല്ലെങ്കിൽ മാനിന്റെ കൂടെ ഒരു ആന ഓടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എത്തും ഇല്ല. അപ്പൊ ഒരു ടീം ലീഡർക്ക് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയണം ഇയാൾക്ക് റീറ്റെയിലിംഗ് ഭയങ്കര പവർഫുൾ ആണ്, അയാളത് റീറ്റെയിൽ ചെയ്യട്ടെ. ഈ മാഡത്തിന് ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ സ്കിൽസ് കൂടുതലാണ്. Let you organize programs. ഈ മാഡം പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യട്ടെ, നമുക്ക് ആ പ്രോഗ്രാംസിൽ മൊബിലൈസ് ചെയ്യാലോ. ശരിയാണോ തെറ്റാണോ? അവിടെയാണ് ടീം എന്ന് പറയുന്നത്. ടുഗദർ എവരിബഡി അച്ചീവ് മാക്സിമം, മോർ അല്ല. അപ്പൊ ഇവിടെ റീറ്റെയിലിംഗ് നടക്കും, ഇവിടെ ഓർഗനൈസേഷണൽ സ്കിൽസ് നടക്കും, പ്രോഗ്രാംസ് ഓർഗനൈസ് ചെയ്യും. കാരണം ഒരു സ്പീക്കർ എന്നുള്ള നിലയ്ക്ക് അയാൾക്ക് ചിലപ്പോൾ ഓർഗനൈസിങ് സ്കിൽസ് ഉണ്ടാവില്ല. ഇന്നലെ ഞാൻ നമ്മുടെ ഗ്രൂപ്പ്, നമ്മുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിനെ വിളിച്ച സമയത്ത് അദ്ദേഹം പറഞ്ഞാണ്, സാർ ഞാൻ ഇത്രയും കാലം ഇതിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ ഏത് വലിയ ലീഡർ വന്നിട്ട് ഇവിടെ പ്രോഗ്രാം എടുത്താലും 2-3 ആളുകളിൽ കൂടുതൽ വരിക. അപ്പൊ എന്റെ മനസ്സിൽ തോന്നിയത് അത് ദാറ്റ് ഈസ് ബിക്കോസ് ഓക്കെ ആ ഓർഗനൈസിങ് സ്കിൽ അദ്ദേഹത്തിന് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അത് തിരിച്ചറിഞ്ഞ സ്ഥിതിക്ക് അത് ആ വ്യക്തിയുമായി ഇരുന്ന് മനസ്സിലാക്കി അത് എങ്ങനെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് ഒരു ലീഡറിന്റെ കഴിവ്. മനസ്സിലായോ? അപ്പൊ ലീഡർഷിപ്പ് എന്ന് പറയുന്നത് ആ സ്ട്രാറ്റജി നിങ്ങളുടെ കയ്യിൽ വേണം. കാരണം ഇറ്റ് ഈസ് നോട്ട് എ ഫൈനൽ ഡെസിഗ്നേഷൻ, റൈറ്റ് ഓർ നോട്ട്? അപ്പൊ മോട്ടിവേറ്റിംഗ് ഫാക്ടർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കണം. ആ വ്യക്തിക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ടോ എന്നുള്ളത്. എബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ആ എബിലിറ്റി എങ്ങനെ ആ വ്യക്തിയിൽ, കഴിവ് എങ്ങനെ ആ വ്യക്തിയിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിനാണ് ഞാൻ പറഞ്ഞ വർക്ക്ഷോപ്സ്.
സാർ ഞാൻ വരുന്നതിന്റെ ഒരാഴ്ച മുന്നേ ഞങ്ങൾ ഒരു വർക്ക്ഷോപ്പ് ചെയ്തു. ഓക്കെ, ഒരു ഫാമിലിയിൽ നിന്ന് 5 പേര് വന്നു. ഓക്കെ, 5 പേരും കഴിഞ്ഞു. അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ആ പ്രോഗ്രാമിൽ അവര് സംസാരിക്കുന്നത്. വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. അപ്പൊ ആ ലേഡി പറഞ്ഞു എന്റെ ഹസ്ബൻഡ് വളരെ ഫ്ലെക്സിബിൾ ആണ്, പക്ഷെ ഹസ്ബൻഡിന്റെ പാരന്റ്സ് റെസ്ട്രിക്റ്റഡ് ആണ്. ഇന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. എന്നിട്ട് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് 30 പേരോട് അല്ലെങ്കിൽ 2-ൽ കൂടുതൽ അല്ലെങ്കിൽ 3-ൽ കൂടുതൽ ആളുകളോട് സംസാരിക്കുന്നത്. അങ്ങനത്തെ ആളുകളെ നിങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങളുടെ ടീമിൽ പിടിച്ചാലുണ്ടല്ലോ, your business will fly high like a rocket. അപ്പോൾ ഒരു ലീഡറിന്റെ സ്കിൽ എന്ന് പറയുന്നത് ആളുകളെ ഐഡന്റിഫൈ ചെയ്തിട്ട് അവരുടെ പൊട്ടൻഷ്യലിനനുസരിച്ചിട്ട് അവരെ പ്ലേസ് ചെയ്യുക എന്നുള്ളതാണ്. ഹി ഈസ് എ വെരി ഗുഡ് സ്പീക്കർ. അവിടെ ഞാൻ കയറി ചെന്നിട്ട് എന്റെ ഉടായ്പ പറയേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ മറ്റുള്ള ചോദ്യങ്ങൾ ചോദിച്ച് പ്രശ്നങ്ങളാക്കേണ്ട കാര്യം. ഞാൻ പിന്നിൽ നിൽക്കും, അദ്ദേഹത്തിന് വേണ്ട കാര്യങ്ങൾ ഞാൻ അവിടെ പ്രൊമോട്ട് ചെയ്തു കൊടുക്കും. ഫെസിലിറ്റേറ്റർ ആകണം. ലീഡർ ഷുഡ് ബി എ ഫെസിലിറ്റേറ്റർ. അവിടെ ഫെസിലിറ്റേറ്റ് ചെയ്യും. മാഡം നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്യും. അപ്പൊ അതിന്റെ ഇടയിൽ കയറിയിട്ട് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇൻസ്പയർ ഹർ. യു ആർ ഡൂയിങ് എ ഗുഡ് ജോബ് മാഡം. മാഡം വിചാരിച്ചാൽ ഇത് സാധിക്കുള്ളൂ. എനിക്ക് പോലും ആത്മാർത്ഥമായിട്ട് പറയാൻ എന്തിനാ ബുദ്ധിമുട്ട്? ആത്മാർത്ഥമായിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യും. നിങ്ങൾ ചെയ്യുന്ന റീറ്റെയിലിംഗ് ഇന്നേ വരെ എനിക്ക് പോലും വിചാരിച്ചിട്ട് ഇത് സാധിച്ചിട്ടില്ല, പക്ഷെ അത് ആത്മാർത്ഥതയോടെ പറയണം. കാരണം പഴയ കാലമല്ല. എവ്രിബഡി ഈസ് സ്മാർട്ട്, ശരിയല്ലേ? എവ്രിബഡി ഈസ് സ്മാർട്ട് ഇൻ വൺ വേ ഓർ ദി അതർ. പക്ഷെ നിങ്ങൾക്ക് അവരെ ഓവർ സ്മാർട്ട് ആക്കാൻ പറ്റുമെന്നുള്ളൊരു ചിന്ത ഉണ്ടെങ്കിൽ തെറ്റാണ്. അപ്പോ മോട്ടിവേഷൻ ചെയ്യാൻ പറ്റണം. അവരുടെ എബിലിറ്റി തിരിച്ചറിഞ്ഞിട്ട് ആ എബിലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ആർക്ക് സാധിക്കണം? ഒരു ലീഡർക്ക് സാധിക്കണം. സോ ആ ലീഡർ ഈസ് ക്രിയേറ്റിംഗ് എ ബിഹേവിയർ. നിങ്ങളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയിൽ ആ ബിഹേവിയർ ക്രിയേറ്റ് ചെയ്യണം. അതിനൊക്കെ പുറമെ വാട്ട് ഈസ് പി? പി എന്താണ്? പവർ. ആർക്ക് പവർ? ഓക്കെ, റൈറ്റ്, വെരി ഗുഡ്. പർപ്പസ് ഉണ്ടാകണം. എന്തിനാണ് ഞാൻ DHL ജോയിൻ ചെയ്തത്? എനിക്ക് എറണാകുളം പോകണം. ആ പൊക്കോ. എന്തിനാ പോകണം? അവിടെ ബോട്ട് ചട്ടി ഉണ്ട്, പിന്നെ എന്തൊക്കെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലേ. അപ്പൊ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ശരാശരി അടുത്ത് പറഞ്ഞു, പ്രബല നമുക്ക് ബോട്ട് ചട്ടി കാണാൻ പോകാമല്ലോ. അതിലാണ് രാജീവ് സാർ വന്നിട്ട് പറഞ്ഞു, അല്ല നമുക്കിവിടെ പാലസ് ഉണ്ട്. എവിടെയാണ്? എന്താ പാലസ്? ബോൾഗേറ്റ് പാലസിൽ പോവാം. അപ്പൊ ഞാൻ കൺഫ്യൂഷൻ, ആരുടെ കൂടെ പോകും? നമ്മൾ നെറ്റ്വർക്കിൽ അങ്ങനെ കണ്ടിട്ടില്ല. കുറെ അങ്ങോട്ട് പോകും, കുറെ കാലം അവിടെ നിൽക്കും, ഒന്നും ആയില്ല, തിരിച്ചു ഇങ്ങനെ വരും, പിന്നെ കുറെ അങ്ങോട്ട് പോകും, അതൊന്നും ആയില്ല. എന്നിട്ടോ സ്വന്തം നിൽക്കണ തട്ടകത്തിനെ പറ്റിയിട്ട് ഇല്ലാത്ത കുട്ടികളൊക്കെ പറയും, നീ അവിടെ പോയില്ല, നീ അവിടെ